ഇന്നലെ ഒരു പരമനാരിയെ അറസ്റ്റ് ചെയ്തല്ലോ, അവൻ്റെ പേര് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ. പരമനാരിയല്ലേ? ഞാൻ 15 വർഷം കൊണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാരിയാണ്. ഇവൻ്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിൻ്റെ അഹങ്കാരമല്ലാതെ എന്താ, എന്തും ചെയ്യാമെന്നാണ്. പക്ഷേ അവൻ വരും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറെ കാലമായി പ്രയോഗിച്ചതുകൊണ്ട് കണ്ടക്കുട്ടികളുടെ കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് കേട്ടത്. ഞങ്ങളാരും അറിഞ്ഞില്ല, കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തട്ടിയത്, ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത് എൻ്റെ മൊബൈലിലേക്ക് കൊണ്ടുപോകുന്നുമില്ല, പഴയ ചെറിയ ഫോണാണ്. അപ്പോൾ ഞാനത് കാണാറുമില്ല. പക്ഷെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വൃത്തികേടാവും കാണിക്കുന്നത്. എന്തായാലും ഒരു വനിത, ഒരു ആക്ട്രസ്സാണ്. അവർ കേസ് കൊടുത്തു, പിന്നെ ശിക്ഷ കിട്ടി, പോലീസ് പിടിച്ചു. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അവരെ ഹീറോയായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടെന്നറിയാം. അയാൾക്ക് പ്രത്യേക സംഘം ഇവിടെ. എന്തോന്ന് സംഘം? നിയമവിരുദ്ധമാണത്. അയാൾ അസൂയ ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇടുമ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? സ്യൂ പോട്ട് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അതിന് പരാതി കൊടുക്കണ്ടല്ലോ. അറസ്റ്റ് ചെയ്തോ? പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. തന്നെ അവമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു പല സ്ത്രീകളെ അവമാനിച്ചു. അവരാരും അടങ്ങിയില്ല. അവർ വിഷമത്തോട് കേസ് കൊടുത്തു. എന്തായാലും പോലീസ് അനങ്ങി. കോടതിയിൽ പോകുന്നതിന് അറസ്റ്റ് ചെയ്തു. ഇതിപ്പം ഇന്ന് നമ്മളെല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിൽ നടക്കുകയല്ലേ. നമ്മളെല്ലാത്തിനും മുമ്പിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇതിന് നമ്മൾ മുമ്പിലല്ലേ? വൃത്തികേടിന് നമ്മൾ മുമ്പിലല്ലേ? ഒരിക്കലും നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. നമ്മളെല്ലാത്തിനും മുമ്പിലാണ്. നമ്മളെല്ലാത്തിനും മുമ്പ്. ആര് പറഞ്ഞ് നമ്മളെല്ലാത്തിനും മുമ്പിലാണെന്ന്? നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ്, അതൊന്ന് പറഞ്ഞാൽ മതി. ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നത് നല്ലത് പോലെ. പൊങ്ങച്ചം പതച്ചനും പൊള്ളവാചവും ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ? പറയുന്ന ദിവസമേ ഉള്ളൂ എൻ്റെ ആയുസ്. അടുത്ത ദിവസം പോയി. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ അടിച്ചു വിട്ടാൽ അതൊന്നും ജനം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.